യുഡിഎഫിനും എൽഡിഎഫിനും ഒരുപോലെ പ്രതീക്ഷയും നിരാശയും എല്ലാം തെരഞ്ഞെടുപ്പ് കാലത്തും കരുതിവെച്ച ലോക്സഭാ മണ്ഡലമാണ് പൊന്നാനി. സമസ്ത ലീഗ് പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയായ മണ്ഡലത്തിൽ നിന്നും എൽഡിഎഫിന് വേണ്ടി കെ.എസ്. ഹംസയും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൽ സമദ് സമദാനിയും എൻഡിഎ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനുമാണ് ജനവിധി തേടുന്നത്. ഇത്തവണയും പ്രചരണകാലത്തിന്റെ ആദ്യം മുതൽ തിരഞ്ഞെടുപ്പ് ദിനം വരെയും നിരവധി വിവാദങ്ങളും ചർച്ചകളും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സജീവമായിരുന്നു. യുഡിഎഫിന്റെ പൊന്നാപുരം കോട്ട എന്ന് അവകാശപ്പെടുമ്പോഴും എൽഡിഎഫിന് പ്രതീക്ഷ നൽകുന്ന നിരവധി ഘടകങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പരസ്യമായ പോരും നേതാക്കളുടെ പ്രസ്താവനകളും തെരഞ്ഞെടുപ്പിന്റെ ആദ്യാവസാനം വരെ മണ്ഡലത്തിൽ ചർച്ചയായിരുന്നു. എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിയതിന്റെ പേരിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രം തിരൂരങ്ങാടിയിൽ വെച്ച് പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് കത്തിച്ചതും സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയും സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നതയെ തുറന്നുകാട്ടി. ഇതിനെ തുടർന്ന് നിർണയിക്കാൻ കഴിയാത്ത അടിയൊഴുക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. പൗരത്വ ഭേദഗതി വോട്ട് വിഷയവും സിറ്റിംഗ് എംപിമാരുടെ മണ്ഡലമാറ്റവും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം. സീറ്റുകൾ വെച്ചുമാറിയത് എന്തിനാണെന്നതിന് കൃത്യമായ ഉത്തരം ലീഗ് നേതൃത്വം ഇതുവരെ പറഞ്ഞിട്ടില്ല. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ താനൂർ, തവനൂർ, പൊന്നാനി, തൃത്താല എന്നീ മണ്ഡലങ്ങൾ എൽഡിഎഫിനൊപ്പമാണ്. മന്ത്രിസഭയിലെ 2 മന്ത്രിമാരും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. 2019 നേടിയ 1 ലക്ഷത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP സ്ഥാനാർത്ഥിയും. 69.21% മണ്ഡലത്തിലെ പോളിംഗ്. മണ്ഡല വികസനവും ദേശീയ രാഷ്ട്രീയവും ചർച്ചയായ പൊന്നാനിയിൽ പുതുചരിത്രം പിറക്കുമോ, പൊന്നാപുരം കോട്ട നിലനിൽക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, പൊന്നാനി.